പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിന്റെ കാര്യങ്ങളല്ല ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഹൈറിച്ചിന്റെ CEO ആയിരുന്ന ശ്രീനാ പ്രതാപൻ ചെയ്ത വലിയ ഗുരുതരമായ ഒരു തെറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വൈകിട്ടോടുകൂടി ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ച ഒരു കാര്യമായിരുന്നു ശ്രീനാ പ്രതാപൻ ഇവരുടെ വക്കീലുമായി സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇവർ തന്നെ റെക്കോർഡ് ചെയ്ത് അത് ഇവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു എന്നുള്ളത്. എന്നാൽ അത് വളരെ ഒരു വ്യക്തിയുടെ അനുവാദം കൂടാതെ അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്നത് വലിയ ഗുരുതരമായ കുറ്റമാണ്. നിയമവിധേയമായ ഒരു പ്രവൃത്തിയല്ല, നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ 21 പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 പ്രകാരം അദ്ദേഹത്തിൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. കൂടാതെ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഒരു സ്ത്രീക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായി ഇതൊരു ഡിഫമേഷൻ്റെ വകുപ്പും കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് ശ്രീനാ പ്രതാപൻ ചെയ്തത്. ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്താണോ അവർ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഒരു നിയമത്തെ എങ്ങനെയാണ് ഒരു വ്യക്തി വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ മോശക്കാരായിട്ട്, ഇതുപോലെ നിയമം അറിയുന്ന നിയമജ്ഞരായിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പ്രവൃത്തിയായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് ഇത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷണൽ ഇൻസൾട്ട് ആൻഡ് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. സെക്ഷൻ 504 ആൻഡ് 506 ആണ് IPCയിലെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്ന രീതിയിൽ പബ്ലിക്കായി ആ ഒരു വ്യക്തിയെ തന്നെ, ഇനി ഇതിപ്പം ഭാവിയിൽ ഇതിൻ്റെ കോടതിയിൽ നിന്നുള്ള തിരിച്ചടികളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ആൾക്കാർ എടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇവരുടെ വക്കീൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ എന്തായി എന്നുള്ള രീതിയിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ, അത് ഇദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ വളരെയധികം ഭാവിയിൽ അടക്കം മോശമായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇവരുടെ ഇത്തരത്തിലുള്ള അനുവാദം കൂടാതെ റെക്കോർഡ് ചെയ്ത് അവിടെ ഒന്നും അറിയാത്ത ആളെ പോലെ അഭിനയിച്ച് ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് തീർച്ചയായും ഇത് ഇവരുടെ വക്കീല് ചോദിച്ച് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടികൾ ഒരുപക്ഷെ അവർ തുടങ്ങിക്കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബൈ.